നമസ്കാരം. റഷ്യയുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളെല്ലാം മോദി നിർത്തലാക്കുന്നെന്നും അത് തന്റെ ചെവിയിൽ അതീവ രഹസ്യമായി മോദി മന്ത്രിച്ചു എന്നുമൊക്കെയാണ് ഇന്ന് രാവിലെ ട്രംപ് ഉറക്കമുണർന്നപ്പോൾ കണ്ട സ്വപ്നം. മുന്നും പിന്നും നോക്കാതെ അത് ലോകം മുഴുവൻ കേൾക്കെ ഉച്ചത്തിൽ ട്രംപ് വിളിച്ചുകൂടി. ഇന്ത്യയുടെ മണ്ണിലേക്ക് അതിന്റെ അലയൊലികൾ വന്നതോടുകൂടി പ്രതിപക്ഷത്തിന് തീ പിടിച്ചു. അടിക്കാൻ വടികിട്ടിയ സന്തോഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. മോദിയുടെ ഇടവും വലവും മുന്നിലും പിന്നിലും മാറിയും തിരിഞ്ഞും അടിക്കാൻ വടി വളച്ച നേരത്തു തന്നെ കൃത്യമായി ട്രംപിനുള്ള മറുപടി കൊടുത്തതിലൂടെ രാഹുൽ ഗാന്ധിയുടെ വായ കൂടി മൂടി അടച്ചിരിക്കുകയാണ് മോദി. 3 നേരം ഭക്ഷണം കഴിക്കാനല്ലാതെ ഇത്തരം വലിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഇനി വായ തുറക്കാൻ പോലും രാഹുൽ ഗാന്ധി ഒന്നുകൂടി ആലോചിക്കുന്ന തരത്തിൽ കൃത്യമായാണ് ട്രംപിനുള്ള മറുപടി ഒട്ടും വൈകാതെ ഇന്ത്യ കൊടുത്തത്. ഊർജ വിഷയത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പു നൽകിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും പ്രധാന ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഊർജം ആവശ്യമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന എന്നും രാജ്യത്തിന്റെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺബീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ തുറന്നടിച്ചു. ട്രംപിന്റെ താരഭീഷണിയുടെ വാൾമുനയെ പോലും ഭയക്കാതെ ഉരുക്കുപോലെ നിലപാടിൽ ഉറച്ചുനിന്ന ഒരു മനുഷ്യനോടാണ് വീണ്ടും ട്രംപിന്റെ ഇല്ലാ കഥകൾ കേട്ട് ചോദ്യത്തിന്റെ സൂചിമുനയും കൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നത്. സ്ഥിരമായ ഊർജ്ജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വൈവിധ്യവൽക്കരിക്കുന്നതും ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. US ഭരണകൂടം ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യയുടെ നിലപാട്. സ്ഥിരമായ ഊർജ്ജ സഹകരണമാണ് ഇന്ത്യക്ക് വേണ്ടത്, അല്ലാതെ ദിവസം 3 നേരം വാക്കുമാറ്റി പറയുന്ന ട്രംപിന്റെ സഹകരണമല്ല. ഒന്നുകിൽ പറഞ്ഞ വാക്കിന് ട്രംപിന് ഉറപ്പ് വേണം, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റം വേണം. അതൊന്നുമില്ലാത്ത ട്രംപിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രം ബോധമില്ലാത്ത ഒരാളല്ല മോദി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് സന്തുഷ്ടനായിരുന്നില്ല എന്നും എണ്ണ വാങ്ങില്ല എന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്നും അതൊരു വലിയ ചുവടുവയ്പ്പാണ്, ഇനി ചൈനയെയും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപ് പ്രതികരിച്ചത്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ കടൽ വഴിയുള്ള അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ 2 ഇറക്കുമതിക്കാർ. അതേസമയം ഇന്ത്യയുടെ നിലപാട് അന്നും ഇന്നും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. യുക്രൈനെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് റഷ്യയിൽ നിന്ന് വിലക്കുറവുള്ള എണ്ണ വാങ്ങുന്നത് തുടരുന്നത്. തീരുവകൾ ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ഇന്ത്യ നിരന്തരം ന്യായീകരിച്ചിട്ടുണ്ട്. US ഏർപ്പെടുത്തിയ തീരുവകൾ അന്യായമാണ് എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങിയതിനുള്ള പിഴയായി ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ അധിക 25% തീരുവയും ചുമത്തി. ഇതോടെ US ഇന്ത്യക്കുമേൽ ചുമത്തിയ മൊത്തം തീരുവ ലോകത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായ 50% മാറി. ചൈനയും റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഉപഭോക്താവായിരുന്നെങ്കിലും ഈ നടപടിക്ക് വിധേയമാകുന്ന ഒരേ ഒരു പ്രധാന സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണ്. അങ്ങനെ ട്രംപിന് മുന്നിൽ മറ്റു പല രാജ്യങ്ങളും മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗം വീണ് ആജ്ഞാനുവർത്തികളായി മാറിയപ്പോഴും അണുവിട മാറാതെ ഉറച്ചുനിന്ന മോദിയെയാണോ ട്രംപെ പേടിപ്പിക്കുന്നത്? കൃത്യമായി ചോദിച്ചാൽ വെടിക്കെട്ടുകാരനെയാണോ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്? ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച